ഹായ് എല്ലാവർക്കും നമസ്കാരം. മകരക്കൊയ്ത്തിൻ്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. നമ്മൾ തൊടുപുഴ മുട്ടത്ത് നീലൂരാണ് വന്നിരിക്കുന്നത്. ഒരു അടിപൊളി കർഷകനെ പരിചയപ്പെടുത്താൻ പോകണം നിങ്ങളുടെ മുൻപിലേക്ക്. ഇദ്ദേഹം എത്ര വയസ്സുണ്ട് അപ്പച്ചാ? 80 വയസ്സുള്ള ഒരു കർഷകനാണ്. ഒരുപാട് അവാർഡുകൾ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് മേടിച്ചിട്ടുണ്ട്. ഏതാണ്ട് 8-9 ഏക്കർ സ്ഥലത്ത് അടിപൊളിയായിട്ട് കൃഷി ചെയ്യുന്ന ഒരു ആളാണ്. സമ്മിശ്ര കൃഷി അല്ലേ അപ്പച്ചാ? എന്തൊക്കെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്? കൃഷികളായിട്ട് ചെയ്യുന്നത് കൊക്കോ, കുരുമുളക്, ജാതി, അങ്ങനെ എല്ലാം ഉണ്ട് അല്ലേ? കമുക്, കുരുമുളക് എല്ലാം ഉണ്ട്. കുരുമുളക് ഏതാ അപ്പൊ ചയനം ചെയ്യുന്നത്? നമ്മുടെ വഴിയിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിച്ചതാ. കരിമ്പുണ്ടാണ് മൊത്തം അല്ലേ? എല്ലാ ഇനങ്ങളും ഉണ്ട്. ഓക്കെ, എന്തായാലും അപ്പച്ചന് ഒന്ന് പരിചയപ്പെടുത്തണ്ടേ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി? ഒന്ന് പറഞ്ഞേ, പേരൊക്കെ ഒന്ന് പറഞ്ഞേ. എൻ്റെ പേര് മാത്യു. നീലൂര് ഇടവക, ഇടുക്കി ജില്ല, മുട്ടം പഞ്ചായത്ത്. അപ്പച്ചൻ ഇവിടെ എങ്ങനെ കുടിയേറി വന്നാണോ? കർണാടകയിൽ നിന്ന് വന്നു. ഇങ്ങോട്ട് കുടിയേറിയതാണോ അതോ അപ്പനായിട്ട് വന്നാണ്? അന്ന് മുതൽ കൃഷിയാണ്? അതെ അതെ. ഓക്കെ ഓക്കെ. അപ്പോൾ അപ്പനായിട്ട് കൃഷിയായിരുന്നു, അത് ഞാൻ ഏറ്റെടുത്ത് ഇങ്ങനെ ചെയ്യുന്നു. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ കൃഷി പൊതുവില്? കുഴപ്പമില്ല. അപ്പോൾ അപ്പച്ചൻ്റെ കുറച്ച് അറിവുകളൊക്കെ നമ്മളോട് കുറച്ച് അറിയാവുന്നതൊക്കെ ഒന്ന് പറയണം. ഇത്രയും കാലത്തിനിടയിലുള്ള അറിവുകൾ, കൃഷി അറിവുകളൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറയത്തില്ലേ? കൃഷി പറയാനിപ്പം എന്താ പറയുന്നത്, ഇപ്പം കൃഷി ഇങ്ങനെ എനിക്ക് അപ്പൻ തന്നെ, പിന്നെ ഞാൻ തന്നെയാണ് എല്ലാ കൃഷികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ മകളും ഉണ്ടായിരുന്നു. മകള് മരിച്ചു പോയി. കെട്ടിച്ച് 2 പിള്ളേര്. അവർ പുള്ളി മരിച്ചപ്പോൾ ആ പിള്ളേര് ജോലി ചെയ്യുന്നു. കോട്ടയം ഇടുക്കി ജില്ലകളുടെ ഒരു അതിർത്തി ഗ്രാമമാണ് നീലൂർ. ചൂടും തണുപ്പുമൊക്കെ ഇടകലർന്ന കാലാവസ്ഥയും ഭൂപ്രകൃതിയും മണ്ണുമൊക്കെ ഏത് കൃഷിക്കും അനുയോജ്യവുമാണ്. ഒപ്പം ഇവിടെ ടൂറിസവും നന്നായി വളർന്നു തുടങ്ങിയിരിക്കുന്നു. ഇല്ലിക്കല്ലും ഇലവീഴ പൂഞ്ചിറയും ഒക്കെ തൊട്ടടുത്തുള്ള ഈ പ്രദേശത്തിന്റെ പല വ്യൂ പോയിന്റുകളും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലുമാണ്. ഈ ഭംഗികളൊക്കെ മാത്യുച്ചേട്ടന്റെ കൃഷിയിടത്തിൽ നിന്നാലും നന്നായി ആസ്വദിക്കാം. നനുനനുത്ത ചാറ്റൽ മഴയും പേമാരിയും ഒക്കെ പെയ്തിറങ്ങിയാലും ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തിലെ ഹരിത ഭംഗിയും കാഴ്ചകൾക്കുമൊക്കെ 7 നിറങ്ങളാണ്. നമ്മളിതൊക്കെ കണ്ട് അന്തം വിട്ട് നിൽക്കുമെങ്കിലും മാത്യുച്ചേട്ടൻ ഇവയൊക്കെ കഴിഞ്ഞ 85 വർഷങ്ങളായി ഈ കണ്ണിലൂടെ കാണുന്നുണ്ട്. എത്ര തണുപ്പാണെങ്കിലും വെയിലാണെങ്കിലും ഈ കർഷകൻ ഒരു മടിയും കൂടാതെ കയറ്റിറക്കങ്ങളൊക്കെ കയറി ഇറങ്ങി എല്ലായിടത്തും ഒന്ന് റൗണ്ട് വയ്ക്കും. കൂട്ടിന് ഇവളും കാണും. കപ്പത്തോട്ടത്തിൽ പന്നി ഇറങ്ങിയിട്ടുണ്ടോ? കൊക്കോ പരിപ്പുകൾ അണ്ണാനും എലിയും ഒക്കെ കൂടി തിന്നു നശിപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ എല്ലാം ഓടി നടന്നൊന്ന് പരിശോധിക്കും. പിന്നീടുള്ള നടത്തം കൊടിത്തോട്ടത്തിലൂടെയാണ്. മാത്യുച്ചേട്ടന്റെ ഇവിടുത്തെ ഒരു പ്രധാന വിള കുരുമുളക് ചെടികളാണ്. പന്നിയൂറും കരിമുണ്ടയും നീലമുണ്ടിയും വട്ടമുണ്ടിയും അടക്കം നിരവധി ഇനങ്ങളും ഈ തോട്ടത്തിലുണ്ട്. ആദ്യകാലങ്ങളിൽ മുരിക്കായിരുന്നു ഇവിടുത്തെ താങ്ങുമരങ്ങളിൽ ഭൂരിഭാഗവും. എന്നാൽ മുരിക്കിന് കൂട്ടത്തോടെ ഉണ്ടായ കേടുപാടുകൾ കുരുമുളക് കൃഷി അപ്പാടെ നശിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയപ്പോൾ മാത്യുച്ചേട്ടൻ താങ്ങുമരങ്ങളെ ചെറുതായി ഒന്ന് മാറ്റിപ്പിടിച്ചു. മുരിക്കിനേക്കാളും വേഗത്തിൽ വളരുന്ന, ആഴത്തിലേക്ക് വേരുകൾ ഇറങ്ങുന്ന, ഏത് കാറ്റിലും ഒടിയാതെ കരുത്തോടെ നിൽക്കുന്ന നല്ല തകർപ്പൻ താങ്ങുകൾ. മാത്രമല്ല ഇവയിലൂടെ കുരുമുളക് വള്ളികൾ അട്ടക്കാല് പിടിച്ച് മുകളിലെത്തുവാനും വളരെ എളുപ്പവുമാണ്. വലിയ ഇലക്കൊഴുപ്പില്ല, അനാവശ്യമായ വളം വലിക്കലില്ല. അങ്ങനെ ഈ താങ്ങുകാലിന്റെ സവിശേഷതകൾ നിരവധിയാണ്. ഇവ വളം വലിക്കില്ല എന്ന് പറയാനുള്ള കാരണം ഇവയുടെ വേരുകൾ വളരെ ആഴത്തിലേക്കാണ് ഇറങ്ങിപ്പോകുന്നത്. അതുകൊണ്ട് കുരുമുളകിന് നൽകുന്ന വളം മുഴുവനായും ചെടികൾക്ക് ലഭിക്കുകയും ചെയ്യും. പിന്നെ മറ്റൊരു പ്രധാന കാര്യമുള്ളത്, മറ്റു താങ്ങുകാലുകളൊക്കെ ഇട്ട് 1 വർഷം കഴിഞ്ഞ് കുരുമുളക് നടാൻ പറ്റുകയുള്ളൂവെങ്കിൽ ഈ താങ്ങുകാൽ നടുന്നതിനും 1 വർഷം മുൻപേ കുരുമുളക് നട്ട് അവ കയറി കഴിഞ്ഞതിന് ശേഷം വേണം താങ്ങുകാലുകൾ നടുവാൻ. കാരണം അത്ര വേഗത്തിലാണ് ഇവയുടെ വളർച്ച. അപ്പൊ എത്ര നാളായി കുരുമുളക് കൃഷി ചെയ്യാൻ മൊത്തം ഇവിടെ വന്നിട്ട്? അതൊരു 40-50 കൊല്ലമായി. 50 കൊല്ലമായി. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു കുരുമുളക് കൃഷി ചെയ്യാനുണ്ട്? കുഴപ്പമില്ല. ഞാൻ ഒരു കൃഷി ചെയ്ത് കുറെ കഴിഞ്ഞപ്പോൾ 1 കിലോ മുളക് കിട്ടുന്ന ചെടി വരെ ഉണ്ടായിരുന്നു. ഈ ചീമുരിക്കായിരുന്നു, മൊത്തം അങ്ങോട്ട് ചീഞ്ഞു പോയി.
മുരിക്ക് കേടായിപ്പോയോ? കേടായിപ്പോയി. ആ അപ്പം ഇന്ന് വെട്ടിപ്പറിക്കേണ്ടി വന്നു 2 കൊല്ലം കഴിഞ്ഞ്. ഓഹോ. അല്ല ഈ സൈഡ് മൊത്തം നല്ല കൊടികളായിരുന്നു. എന്തായാലും ചെയ്യുന്നുണ്ടായിരുന്നു അന്ന് കൊടി? അന്നൊരു 10-50 രൂപയൊക്കെ ഉള്ളായിരുന്നു. ഉള്ളായിരുന്നു. നല്ല വിളവുണ്ടായിരുന്നു അല്ലേ? ആ നല്ല വിളവായിരുന്നു. എല്ലാം കരിമുണ്ടായിരുന്നു. കരിമുണ്ടയ്ക്ക് പൊതുവിൽ എല്ലാവരും പറയുന്നത്, കർഷകർ പറയാറുണ്ട് കേട് പെട്ടെന്ന് വരും എന്ന്. എങ്ങനെ അപ്പച്ചൻ? അങ്ങനെ കേടില്ല. ഇല്ല ഇല്ല, നമുക്കങ്ങനെ കേട് തോന്നിയിട്ടില്ല. ഇല്ല. പന്നിയോട് വണ്ണമൊക്കെ കേട്. പന്നിയോട് വണ്ണം ഒരു ചെടിയുണ്ട്, അത് കേടാ. അത് ഇങ്ങനെ മരത്തോലിട്ട് ഇപ്പോഴും കയറ്റിക്കൊണ്ടുവരുന്നുണ്ട്. അപ്പച്ചൻ ആദ്യകാലത്ത് എങ്ങനെയാണ് കുരുമുളക് കൃഷി ചെയ്തിരുന്നത്? ആദ്യകാലത്ത് ഈ മുരിക്കിട്ട് ഈ മാസം കഴിയുമ്പം കർക്കിടകത്തിന് മുമ്പായിട്ട് നടും. നട്ട് കൃഷി ചെയ്യും. തലയിടുവാണോ അതോ കൂടത്തയായിരുന്നോ? തലയിടുക. കൂടത്തെ അന്നില്ല അല്ലേ? ചട്ടിക്കകത്ത് വെച്ച് ഉണ്ടാകുന്നുണ്ട്. കുറ്റിക്കുരുമുളകുണ്ട്. അതിപ്പോ ചെയ്യുന്നത് അല്ലേ? ഇപ്പം ചെയ്യുന്നുണ്ട്. അത് നല്ല കായുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഒരു പ്രധാന വിള എന്നതാ? കുരുമുളകാണോ ജാതിയാണോ? ജാതി കൊക്കോയ. ഇത് വളം ചെയ്യുന്ന നട്ട് കഴിഞ്ഞ് നമ്മളത് വേനലാകുമ്പം പൊതിഞ്ഞ് കിട്ടും. പൊതിഞ്ഞില്ല പോവും ചവറിട്ട്. അത് കഴിഞ്ഞ് പിറ്റേ കൊല്ലം ആകുമ്പോൾ അത് വേറെ കാല് കൊടുത്ത് വെച്ച് കെട്ടി വളം ചാണകപ്പാൽ ഒഴിക്കും. അങ്ങനെ പിന്നെ വെച്ച് കെട്ടി കൊടുത്ത് കയറ്റി വിടണം. അങ്ങനെയൊക്കെ ചെയ്യുന്നു. വളം എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്? വളം പ്രത്യേകിച്ചില്ല, ചാണകമൊക്കെ ഇടുന്നേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകം രാസവളം ലേശം വല്ലതും തുള്ളി കൊടുക്കുകയുള്ളൂ. ജാതി എന്ന് പറയുന്നത് ഞാനൊരു 10-15 കൊല്ലം മുമ്പ് 10-15 ജാതി ഈ കൂടത്തൈ മേടിച്ചു കൊണ്ടുവന്ന് നട്ട് ഇങ്ങനെ രാസവളം കാര്യമായിട്ടിട്ടില്ല. ചാണകമായിട്ട്. പിന്നെ ഈ മീൻ വേസ്റ്റ് ഇല്ലേ, അത് കൊണ്ടുവന്ന് ഇങ്ങനെ കുഴിച്ചിടുമായിരുന്നു. അപ്പം നല്ലതാണ്. പിന്നെ എങ്ങനെ ജാതിയുടെ ചുവട്ടിലിടുവോ? കുറേ അകത്തി കുഴി കുത്തും. കുഴി കുത്തിയിട്ട് ഇടും. എന്തേരം വെച്ചിടും അത്? അതൊരു ബക്കറ്റ്. മീനിന്റെ ഈ വെട്ടിയിട്ടുള്ള വേസ്റ്റ് അത് നല്ലതാണോ വളമായിട്ട്? ഫസ്റ്റാ, ഏറ്റവും നല്ല. കഴിഞ്ഞാണ്ട് ഇട്ടു ഒത്തിരി. അപ്പോൾ ഇയാണ്ട് നല്ല കായായിരുന്നു. അതെങ്ങനെ ഇടുന്നത്? ചുമ്മാ ഇട്ടാൽ മതിയോ? ചുമ്മാ ഇട്ടങ്ങ് മൂടി വെച്ചാൽ മതി. മണ്ണ് കുഴിച്ചിട്ടേ. എന്തേരം താത്തണം കുഴി? അന്നേരം കുഴി ഒരു 1.5 അടി മതി. 1.5 അടിയിലിട്ടാ നിന്നോളും. 4 കുഴി എടുക്കും. ഈ ജാതിക്ക് 4 കുഴി എടുക്കും. ചുറ്റിടും. ചുറ്റിടും. ഓരോ കുഴിയിട്ട്